എന്തായാലും ഭയങ്കര ഒരു നഷ്ടബോധമുണ്ട്. കാരണം ഇത്രയും വിശ്വസിച്ച് നമ്മുടെ മച്ചാനെ വിശ്വസിച്ച് എംഫോർട്ടേക്ക് അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതിന്റെ അടിയിൽ പോയി ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കിയത്. അപ്പോൾ ഇപ്പോഴും നല്ല മുടി ഒഴിച്ചിട്ടും ഇതൊന്നും രക്ഷയില്ല. 3 മാസം കൊണ്ട് നല്ല മുടി വരുമെന്ന് പറഞ്ഞ് അവരുടെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും അത്രയ്ക്ക് ഇതാണ് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അത് കാരണം നമ്മൾ വാങ്ങിച്ചത് നമുക്ക് അത്രയും അത്യാവശ്യം മുടിയും കാര്യങ്ങളും താടിയൊക്കെ. കാരണം എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ മുടിയായിരുന്നു മുടിയും താടിയൊക്കെ. അപ്പോൾ പക്ഷേ അതൊരു വിശ്വാസവഞ്ചന തന്നെ ആയിപ്പോയി. ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇത്രയും ആൾക്കാരെ വിശ്വസിപ്പിച്ചിട്ട് ഇത് വാങ്ങുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ കാരണം ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാവും. കാരണം നമുക്ക് പൈസ പോയാലല്ല, ഒരു വിശ്വാസത്തോടെ വാങ്ങിച്ചിട്ട് അത് നമ്മളെ ചതിക്കുക എന്നുള്ള രീതി വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത്. പൈസ പോകണമെങ്കിൽ പോട്ടെ, നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന യൂട്യൂബർമാർ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ശരിയാണ് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അതൊരു വിഡ്ഢിത്തരമാണ്. മമ്മൂട്ടിക്ക് എതിരെ ഇന്ദുലേഖ എന്ന സോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ചതിന് നല്ല പണി കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ വഞ്ചിക്കുന്നുണ്ട്. അത് അവർ മിസ്യൂസ് ചെയ്യുകയാണ്. അവരെ നമ്മൾ ഇഷ്ടമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവരെ കൊണ്ട് ആളുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാൽ പോരെ.